നമസ്കാരം. ചൈന ഇന്ത്യയെ താറടിക്കാൻ പുതുവഴികൾ നോക്കുകയാണ്. എന്നാൽ ഓരോ തവണയും മോദി സർക്കാർ അടിച്ചു കയറുക തന്നെയാണ്. അന്തർവാഹിനികളുടെയും മറ്റ് അത്യാധുനിക ആയുധങ്ങളുടെയും എണ്ണം ദിനം പ്രതി കൂട്ടുന്ന ചൈന ഇന്ത്യയെ താറടിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ചൈനയുടെ എയർക്രാഫ്റ്റ് കാരിയറുകളുമായി ഇന്ത്യ കളിക്കുമ്പോൾ ഉയർന്ന ചിലവുകൾ താങ്ങേണ്ടി വരും. കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷം പതിറ്റാണ്ടുകൾ എടുത്തേക്കാം എന്ന തരത്തിലാണ് ചൈനയുടെ ആക്ഷേപം. 5-6 വിമാനവാഹിനി കപ്പലുകൾ സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷം പതിറ്റാണ്ടുകൾ എടുത്തേക്കാം. ബജറ്റ് പരിമിതികളും മുൻഗണനകളും മാറ്റുന്നത് പോലെയുള്ള തടസ്സങ്ങളാൽ കാര്യങ്ങൾ സങ്കീർണമാകാം. എന്നിരുന്നാലും കുറഞ്ഞത് 3-4 കപ്പലുകളെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് അനുയോജ്യമെന്ന തരത്തിൽ ചൈനീസ് പ്രചരണ മുഖപത്രമായ SCMP റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ചൈനയുടെ വാദങ്ങളെ ഇന്ത്യ കൂസുന്നില്ല എന്നത് മനസ്സിലാക്കണം. ഇന്ത്യ അതിനപ്പുറമുള്ള കാര്യങ്ങൾ ചിന്തിച്ച് എങ്ങനെ സ്വയം കരുത്തുകൂട്ടാം എന്ന ചിന്തയിലാണ്. ഈ അടുത്ത് തന്നെ ഇന്ത്യ തങ്ങളുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പലായ നിർദ്ദിഷ്ട INS വിശാൽ ഉടൻ നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വളരെ കൃത്യമായ വിവരങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി പറഞ്ഞിരുന്നു. ഇന്ത്യ 3 കാരിയറുകളിൽ നിർത്തില്ല, പകരം 5 മുതൽ 6 കൂടുതൽ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഇന്ത്യൻ നാവികസേന നിലവിൽ 45,000 ടൺ ഭാരമുള്ള 2 വിമാനവാഹിനി കപ്പലുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. INS വിക്രമാദിത്യ, INS വിക്രാന്ത്. ഇവ പരമ്പരാഗതമായി പ്രവർത്തിക്കുന്നു. ആദ്യത്തേത് റഷ്യയിൽ നിന്ന് വാങ്ങി 2014 വിന്യസിച്ചു. രണ്ടാമത്തേത് ആഭ്യന്തരമായി നിർമ്മിക്കുകയും 2022 കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ചൈനയുടെ 3ാമത്തെയും ഏറ്റവും പുതിയതുമായ വിമാനവാഹിനി കപ്പലായ ഫ്യൂജിയാൻ ആദ്യ പരീക്ഷണ യാത്ര പൂർത്തിയാക്കി ദിവസങ്ങൾക്ക് പിന്നാലെയായിരുന്നു രാജ്നാഥ് സിംഗിന്റെ അഭിപ്രായ പ്രകടനം. 2035 അവസാനത്തോടെ ചൈനയ്ക്ക് 6 വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നിലവിൽ 11 ശക്തമായ വാഹക കപ്പലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ശേഷം ലോകത്തിലെ 2ാമത്തെ വലിയ നാവികസേനയായി ചൈനയെ മാറ്റുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യത്തിൽ നിന്നുള്ള തന്ത്രപരമായ വെല്ലുവിളി ഇന്ത്യൻ നയരൂപകർത്താക്കളെയും പ്രതിരോധ ആസൂത്രകരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്നാണ് വിദഗ്ധർ പറയുന്ന മറ്റൊരു കാര്യം. സമീപ വർഷങ്ങളിൽ ചൈന സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രാഥമികമായി 2017 കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടിയിൽ സൈനിക താവളം സ്ഥാപിച്ചതിലൂടെ, അതേപോലെ തന്നെ പാകിസ്ഥാനിലെ ഗ്വാദ്വാറിൽ ഇരട്ട ഉപയോഗ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത്, ഇതൊക്കെ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ്. കടൽക്കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണച്ച് 2008-ലും 2014-ലും ചൈന അന്തർവാഹിനികളെ ഏദൻ ഉൾക്കടലിൽ വിന്യസിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങളാണ് എന്നത് വ്യക്തമാണ്. നോക്കൂ, ഇന്ത്യയുടെ സ്വാധീന വലയത്തിനുള്ളിൽ വളരെ കാലമായി കാണുന്ന ഇന്ത്യൻ മഹാസമുദ്രം രാജ്യത്തിന് തന്ത്രപരമായി അത്യന്താപേക്ഷിതമാണ്. കാരണം രാജ്യത്തിന്റെ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 80%, അതിന്റെ വ്യാപാരത്തിന്റെ 95% ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത്. എന്തായാലും വർദ്ധിച്ചു വരുന്ന ചൈന പ്രകോപനത്തിന് ഇന്ത്യ തക്കതായ നീക്കുപോക്കുകൾ നടത്തുമെന്ന ഉറപ്പാണ്. നാവിക നയതന്ത്രത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് കണക്കിലെടുക്കുമ്പോൾ സുരക്ഷയും വികസന വെല്ലുവിളികളും നേരിടാൻ നാവികസേന വിപുലീകരിക്കുമെന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ നാവികസേന നിലവിൽ 14 പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളും 2 ആണവ അന്തർവാഹിനികളും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. US, മാലദ്വീപ്, ശ്രീലങ്ക, വിയറ്റ്നാം എന്നിവയുമായുള്ള ഉഭയകക്ഷി രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായിട്ട് ഇന്ത്യൻ സൈന്യം അഭ്യാസങ്ങളും നടത്തുന്നു. കൂടാതെ ഓസ്ട്രേലിയ, ജപ്പാൻ, US എന്നിവയുമായുള്ള ബഹുമുഖ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2009 പദ്ധതികൾ ആവിഷ്കരിച്ചതിന് ശേഷം വിക്രാന്ത് സർവീസിലേക്ക് കമ്മീഷൻ ചെയ്യാൻ 13 വർഷമെടുത്തു. അങ്ങനെ നോക്കുമ്പോൾ 3ാമത്തെ നിർദ്ദിഷ്ട കാരിയറായ വിശാലിന് സമാനമായ സമയപരിധി ആവശ്യമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ 5 മുതൽ 6 വരെ വിമാനവാഹിനി കപ്പൽ എന്ന ലക്ഷ്യത്തിന് 25 മുതൽ 30 വർഷം വരെ എടുക്കും. ഇത് തന്നെയാണ് ചൈനയും ഉയർത്തിക്കാട്ടുന്നത്. നാവികസേനയുടെ ബജറ്റിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങളും കൂടുതൽ അന്തർവാഹിനികളും ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പോലെയുള്ള മുൻഗണനകളിലെ മാറ്റങ്ങളും കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾക്കുള്ള പദ്ധതികളെ തടസ്സപ്പെടുത്തിയേക്കാം എന്നുള്ളത് വിദഗ്ധർ പറയുന്നുണ്ട്. അടുത്ത 20 മുതൽ 25 വർഷത്തിനുള്ളിൽ 2 വിമാനവാഹിനി കപ്പലുകൾ കൂടി നിർമ്മിക്കാൻ ഇന്ത്യ തീരുമാനിച്ചാൽ കാര്യങ്ങൾ മാറി മറിയും എന്നതാണ് മനസ്സിലാക്കേണ്ടത്.